ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ പിടിയും കോഴിയാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ റാഗിപ്പൊടിയാണ് ഞാൻ അവിടെ എടുത്തത്. റാഗിപ്പൊടി കുറച്ച്, ഇത്തിരി തേങ്ങ, എത്ര റാഗിപ്പൊടി എടുക്കണം അതേ അളവിൽ തന്നെ തേങ്ങ, കുറച്ച് ജീരകം, ഉപ്പിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക. ഇത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാകണം, എന്നാലേ കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ജീരകം, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടി പിടിക്കാതിരിക്കും. നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഓരോ ബൗൾസും അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. കുട്ടി മുട്ടാതെയും ഒട്ടാതെയും സൂക്ഷിക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 തള വന്നതിന് ശേഷം കുക്കർ മൂടി വെച്ച് 2 വിസിൽ. ആ വിസിൽ കഴിഞ്ഞ് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ആ തേങ്ങയുടെ ഫ്ലേവറെല്ലാം ആ ഒരു ബൗൾസിൽ ഉണ്ടയിൽ പിടിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. സാധാരണ ഇതിന് നമുക്ക് ക്രീമും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഇട്ട് നമ്മൾ ഒരു കുഴ പരുവത്തിലാക്കും. സാധാരണ ക്രിസ്ത്യൻസ് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ പിടി കറിയിലിട്ട് വേവിക്കാൻ പോകുന്നത്. ഇത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ അതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് നോക്കിയാൽ മതി, എൻ്റെ ബയോയിൽ അത് കാണാം. അപ്പോൾ ഈ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി എടുത്ത് നമ്മൾ ഈ ബൗൾസ് ഇതിൻ്റെ പിടിയും കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. റാഗി പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടും പ്രത്യേകം ഹെൽത്തിയും കൂടിയാണ്. സാധാരണ നമ്മൾ അരിപ്പൊടിയിൽ ഉണ്ടാക്കാറ്, ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മളെപ്പോഴും അപ്പവും ഇഷ്ടമൊക്കെ അല്ലേ കൂടുതൽ നമ്മൾ എല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കണം. ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ, എല്ലാവരും പിടിയും കോഴിക്കറിയും ഉണ്ടാക്കി നോക്കുക. സാധാരണ എല്ലാ ക്രിസ്ത്യൻസിൻ്റെയും വീടുകളിൽ ക്രിസ്മസിന് എല്ലാം നമ്മളിത് കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.